الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കണമേ എന്ന് എന്നോട് ബാധ്യതയുള്ളതുപോലെ തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. തഖ്വയുള്ളവരായി, ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ പരലോകത്തേക്ക് നഷ്ടമാകാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ പരിപൂർണമായി അകറ്റി അവൻ ഇഷ്ടപ്പെടുന്ന വഴിക്ക് നമ്മെ നടത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്ന സമയത്ത്, പ്രവാചകരായി നിയുക്തരാകുമ്പോൾ രണ്ട് വിഭാഗം ജനങ്ങളാണ് ഭൂമുഖത്തുണ്ടായിരുന്നത്. മുസ്ലിം, അമുസ്ലിം, വിശ്വാസി, അവിശ്വാസി. അറബി സാങ്കേതിക പദത്തിൽ പറഞ്ഞാൽ മുസ്ലിം, കാഫിർ. എന്നാൽ പ്രവാചക തിരുമേനിയുടെ ദൗത്യം മുന്നോട്ട് പോകവേ മുസ്ലിമീങ്ങൾ അവരുടെ വളർച്ച കൂടുതലായി ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശ്വാസികൾക്കും മറ്റൊരു വിഭാഗത്തെ കൂടി അഭിമുഖീകരിക്കേണ്ടി വന്നു. അവരാണ് മുനാഫിക്കുകളായ ആളുകൾ, കപടവിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂലോകത്ത് നിന്ന് വിട പറയുന്നത് വരേക്കും ഈ മൂന്ന് വിഭാഗം ആളുകളാണ് ദുനിയാവിലുണ്ടായിരുന്നത്. ഒന്നുകിൽ മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ അമുസ്ലിം, അവിശ്വാസി. അവന് അവിശ്വാസിക്ക് അവിശ്വാസിയുടെ നിലപാടുണ്ട്. അവൻ മുസ്ലിമല്ല, ഇസ്ലാമിൻ്റെ തത്വങ്ങളും വിശ്വാസങ്ങളും സ്വീകരിക്കാൻ തയ്യാറുമല്ല. മുസ്ലിമാകട്ടെ, അവൻ മുസ്ലിമായി നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗമാണ് കപടർ. ആ മുനാഫിക്കുകളെക്കുറിച്ച് ശക്തമായ താക്കീതും അവർ വരുത്തുന്ന, വിശ്വാസി സമൂഹത്തിന് വരുത്തുന്ന വിനകളെക്കുറിച്ചുമൊക്കെ വിശുദ്ധ ഖുർആനിൽ വളരെ സവിസ്തരം പരാമർശിച്ച് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എത്ര അനേകം വചനങ്ങളിൽ, സൂറത്തുൽ ബഖറ തന്നെ തുടങ്ങുമ്പോൾ സത്യവിശ്വാസികളെക്കുറിച്ച് സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗത്ത് 4 വചനങ്ങൾ, അവിശ്വാസികളെക്കുറിച്ച് 2 ആയത്തുകൾ, കപടവിശ്വാസികളെക്കുറിച്ച് 10ഓളം വചനങ്ങൾ,
അല്ലെങ്കിൽ അതിലധികം അള്ളാഹു സുബ്ഹാനഹു തആല സാന്ദർഭികമായി പിന്നെ സൂറത്തുൽ ബഖറയിലും മറ്റ് സൂറകളിലൊക്കെ പല സ്ഥലങ്ങളിലും അള്ളാഹു തആല വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പം അവർ ഈ ഉമ്മത്തിന് വരുത്തുന്ന, അവർ സ്വന്തത്തിന് നാശം വരുത്തുന്നത് പോലെ തന്നെ വിശ്വാസികൾക്കും മുസ്ലിം സമൂഹത്തിനും വലിയ അപകടങ്ങൾ അവർ വരുത്തുന്നു. അതാണ് അവരെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപടവിശ്വാസികൾ അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നു എന്ന്. നരകത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നരകത്തിന് ദർക്കുകളാണ്, തട്ടുകളാണ്. സ്വർഗത്തിന് പദവികൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദർജാത്ത്. അപ്പോൾ നരകം താഴേക്കാണ് അതിൻ്റെ കൂടുതൽ ഭീകരമായ ശിക്ഷയുള്ളത്. അടിത്തട്ടിലേക്ക് പോകുന്തോറും ശിക്ഷയുടെ ആഘാതം കൂടും, ഊക്ക് വർദ്ധിക്കും. അപ്പോൾ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടെന്നാണ് അള്ളാഹു തആല സൂറത്ത് നിസായിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മെ നിഫാക്കിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊരു നല്ല നിലപാടല്ലല്ലോ, പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കാപട്യം എന്നുള്ളത് ശരിയല്ല. അത് ഏത് രംഗത്തായാലും ഒരാൾക്കൊരു ആദർശമുണ്ടെങ്കിൽ അത് തെറ്റായ നിലപാടാണെങ്കിൽ പോലും നമ്മൾ പറയാം അയാളുടെ നിലപാട് അതാണ്. പക്ഷെ മുനാഫിക്കുകൾ എങ്ങനെയാണെന്നറിയോ, നിലപാട് അതല്ല. അവരുടെ നിലപാട് തിരിച്ചറിയാൻ പ്രയാസകരമാണ്. ചില സന്ദർഭങ്ങളിൽ ഒരാശയം, ഒരാദർശം അവർ പ്രകടിപ്പിക്കും, മറ്റു ചില സന്ദർഭങ്ങളിൽ നേർവിപരീതം, അതിന് വിപരീതം. ഇതാണ് മുനാഫിക്കുകൾ. പ്രവാചകരോടൊപ്പം നിൽക്കുമ്പോൾ നിന്ന് നിസ്കരിക്കും, സൊഫിലുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ പ്രവാചകരോടൊപ്പം യുദ്ധങ്ങളിൽ പങ്കെടുക്കും, ഇതൊക്കെയുണ്ട്. എന്നാൽ സന്ദർഭമാകുമ്പോൾ വിശ്വാസികളെയും പ്രവാചകരെയും കൈയൊഴിയും, ശത്രുപക്ഷത്ത് നിന്ന് ഒറ്റുകൊടുക്കും, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇകഴ്ത്തും, പരിഹസിക്കും. ഇതൊക്കെ അവരുടെ സ്വഭാവങ്ങളാണ്. അതുകൊണ്ടാണ് അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞത്. ഇത് എല്ലാ കാലഘട്ടത്തിലും മുനാഫിക്കുകൾ, കപടവിശ്വാസികളുണ്ടാകും. പ്രവാചകരുടെ കാലത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ രൂപത്തിലാണ്. അവർ ഷഹാദത്ത് പറയും. അതുകൊണ്ടാണല്ലോ അള്ളാഹു തആല പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. കപടവിശ്വാസികൾ പ്രവാചകരെ നിങ്ങളുടെ സവിധത്തിൽ വന്നാൽ അവർ പറയുക, ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂല് തന്നെ. ഇന്നക ലറസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂല് തന്നെ, ഒരു സംശയമില്ല ഞങ്ങൾക്ക്. ഓക്കെ, അവരാ പറഞ്ഞത് ശരിയാണോ? അവരാ പറഞ്ഞത് താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. പക്ഷെ അവരെക്കുറിച്ച് അള്ളാഹു തആല എന്താ പറഞ്ഞത്? വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹുവിനെ അറിയാം താങ്കൾ അള്ളാഹിൻ്റെ റസൂലാണെന്ന്, പക്ഷേ മുനാഫിക്കുകൾ വ്യാജം പറയുന്നു. അവർ പറഞ്ഞത് വ്യാജമാണോ? ഇന്നക ലറസൂലുള്ളാഹ് എന്നുള്ളത്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് ശരിയല്ലേ? ശരിയാണ്. പക്ഷെ അവർ പറഞ്ഞത് വ്യാജമാണ്. അപ്പോൾ എന്താ അവരുടെ വ്യാജം? അവരുടെ ഷഹാദത്താണ് വ്യാജം. അവരുടെ സാക്ഷ്യം കള്ളസാക്ഷ്യമാണ്. അവരുടെ മനസ്സിലില്ലാത്തത് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചു. അതാ അവർ മുനാഫിക്കുകളായത്, കപടവിശ്വാസികൾ. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. കപടവിശ്വാസികൾ കള്ളം പറയുന്നവരാണ്. പ്രത്യക്ഷത്തിൽ പറഞ്ഞത് സത്യം, ഹൃദയത്തിൽ മറച്ചത് കളവ്. അതുകൊണ്ടാണ് അവരെ മുനാഫിക്കുകൾ എന്ന് വിശേഷിപ്പിച്ചത്. ഇത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്തരം കപടവിശ്വാസികൾ മുസ്ലിമീങ്ങളെ എത്രയോ സന്ദർഭങ്ങളിൽ അപായപ്പെടുത്തിയിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ നിഫാഖ്, കാപട്യം എന്ന അറബി ഭാഷയിൽ ഈ ഒരു ശബ്ദം വരുന്നത് തന്നെ യർബൂ എന്ന് പറയുന്ന ഒരു തരം ജന്തുവുണ്ട്. പ്രത്യേകിച്ച് മരുഭൂ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന, പ്രത്യക്ഷത്തിൽ കണ്ടാൽ എലിവർഗം പോലെ നമുക്ക് തോന്നും, അതിൻ്റെ വാലും നീളമൊക്കെ കണ്ടാൽ. അത് മാളങ്ങളിലാണ് താമസിക്കുക. അതിൻ്റെ പ്രത്യേകത, മാളത്തിൽ താമസിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത തുരങ്കങ്ങൾ അത് സൃഷ്ടിക്കും, വ്യത്യസ്ത വഴികൾ. അതിനെ ശത്രുക്കൾ മാളത്തിൽ പ്രവേശിച്ച് മറ്റ് പാമ്പോ മറ്റെന്തെങ്കിലും ജന്തുക്കളോ ഓടുമ്പോൾ അതിനെ ഭക്ഷിക്കാൻ വേണ്ടി ഒരു മാളത്തിൽ പ്രവേശിച്ചാൽ അത് വേറെ വഴിക്ക് രക്ഷപ്പെടും. അപ്പോൾ പല വ്യത്യസ്ത തുരങ്കങ്ങൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടാകും. ഇതിൽ നിന്നാണ് കപടന്മാരെ, ആദർശ നിലപാടില്ലാത്തവരെ വിശേഷിപ്പിച്ചത് മുനാഫിഖ്. നാഫഖ എന്നാണ് ഈ ജന്തുവിൻ്റെ, ആ മാളത്തിൻ്റെ പേര് അറബിയിൽ, നാഫഖ. ആ വ്യത്യസ്ത വഴികളിലൂടെ രക്ഷപ്പെടുക. അപ്പോൾ ഈ കപടവിശ്വാസികൾക്ക് ഇതാണ്, പ്രവാചകരോടൊപ്പം മുസ്ലിമീങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വേഷമണിയുക, മുസ്ലിമീങ്ങളുടെ സവിശേഷതകൾ പുറത്ത് കാണിക്കുക. എന്നാൽ തക്കം കിട്ടിയാൽ അവിശ്വാസികളോടൊപ്പം എത്തുമ്പോൾ അവരുടെ പക്ഷം നിൽക്കുക, മുസ്ലിമീങ്ങളെ വഞ്ചിക്കുക. ഇത് എല്ലാ കാലഘട്ടത്തിലും തുടർന്നു കൊണ്ടിരിക്കുന്നൊരു സ്വഭാവമാണ് മുനാഫിക്കുകളെ.
അവർ മുസ്ലിമീങ്ങൾക്ക് വലിയ ദ്രോഹം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അള്ളാഹു തആല പറഞ്ഞത് യുഖാദിഊന അല്ലാഹ വറസൂലഹു, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ അവർ അള്ളാഹുവിനെയും യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അള്ളാഹുവിനെയും സത്യവിശ്വാസികളെയും അവർ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ വഞ്ചിക്കുന്നത് സ്വന്തത്തെയാണ്. ആത്മവഞ്ചനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ധാരണ അങ്ങനെയാണ്, അള്ളാഹിനെയും പിന്നെ മുസ്ലിങ്ങളെയൊക്കെ അങ്ങ് വഞ്ചിച്ച് കളയാം, അവരൊക്കെ പറ്റിച്ച് കളയാം. പക്ഷെ അതല്ല നടക്കുന്നത്, ആത്മവഞ്ചനയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതവർ അറിയുന്നില്ല. വമാ യശ്ഉറൂൻ ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയത്തിൽ ഒരു തരം രോഗമുണ്ട്. രോഗം എന്താണ്? ആ രോഗം നിഫാഖ്, കാപട്യത്തെ മറബ്, രോഗം എന്നാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചത്. അതൊരു രോഗമാണ്. ആ കാപട്യം വന്നാൽ മനുഷ്യൻ നശിച്ചതു തന്നെ. പരലോകത്ത് അവരുടെ അവസ്ഥയാകട്ടെ, സിറാത്തു പാലം കടക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ്, വഞ്ചിക്കപ്പെടും. മഹ്ശറിൽ, വിചാരണ നാളിൽ മഹ്ശറിൽ നിന്നും സ്വർഗത്തിലേക്കൊരു പാത സൃഷ്ടിക്കപ്പെടും എന്ന് ഖുർആനിലും ഹദീസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല പലവിധ പരീക്ഷണങ്ങളാണ് ദുനിയാവിലും ആഖിറത്തിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ രൂപഭാവം അവിടെ എത്തിപ്പെടുമ്പോഴാണ് ശരിക്കും നമുക്കറിയാം. പ്രമാണങ്ങൾ പഠിപ്പിച്ചതിനപ്പുറം അതിൻ്റെ കൃത്യമായ വിശദീകരണം നമുക്കറിയാൻ കഴിയില്ല. സിറാത്ത് എന്ന ഒരു പാലം സൃഷ്ടിക്കപ്പെടും, അതിലൂടെ ജനങ്ങൾ നടത്തിക്കപ്പെടും. വളരെ നേരിയ ഒരു വഴിയാണത്. അതിൻ്റെ താഴെ നരകത്തിൻ്റെ മുകളിലൂടെയാണ് അത് സ്ഥാപിക്കപ്പെടുക. അപ്പോൾ അതിൽ സത്യവിശ്വാസികൾ അന്ധകാരം, സൂര്യനും ചന്ദ്രനുമൊക്കെ അതിൻ്റെ പ്രകാശം കെട്ടുടങ്ങിയാൽ പിന്നെ പ്രപഞ്ചം അത് ഫുള്ള് ഇരുട്ടിലാണ്. ആ ഇരുട്ടിൽ സിറാത്തിലൂടെ നടത്തപ്പെടുന്ന അതിന് പ്രകാശം വേണം. അത് മുഅ്മിനീങ്ങൾക്ക് പ്രകാശം ലഭിക്കും. എന്നാൽ കപടർക്ക് ആ പ്രകാശം കാണിക്കപ്പെടുകയും പിന്നെ അതിൽ നിന്നും അവർ മറയിടപ്പെടുകയും ചെയ്യുമെന്ന് സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു, കപട വിശ്വാസികളും വിശ്വാസിനികളും സത്യവിശ്വാസികളോട് പറയുന്ന ദിവസം പരലോകത്ത്, ഉൻദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും, ഒന്നവിടെ കാത്തു നിൽക്കണേ, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒന്ന് ഒരല്പം ഞങ്ങളും അടർത്തിയെടുത്തുകൊള്ളട്ടെ. അഥവാ നിങ്ങളുടെ പ്രകാശത്തിലൂടെ ഞങ്ങളും വരാം, നിങ്ങൾ പോകല്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരുന്നല്ലോ ദുനിയാവിൽ. ഞങ്ങൾ മുസ്ലിം പേരാണല്ലോ സ്വീകരിച്ചിരുന്നത്. മുസ്ലിം നമ്മുടെ പിന്നെ ആധാരങ്ങളിൽ, നമ്മുടെ രേഖകളിൽ ഒക്കെ ഇസ്ലാം മുസ്ലിം എന്നാണല്ലോ മുദ്രണം ചെയ്തിരുന്നത്. ഇതെന്താ നിങ്ങൾ മാത്രം കടന്നു പോകുന്നു, ഞങ്ങളിവിടെ നിൽക്കുന്നു? അവർ വിളിച്ച് കേഴുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ സത്യവിശ്വാസികൾ ഇവരോട് പറയും, ഖീല അർജിഉ വറാഅക്കും, നിങ്ങൾ പിന്നോട്ട് നടക്കുക, ഫൽതമിസൂ നൂറ, എന്നിട്ട് അവിടെ പ്രകാശമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അവർക്ക് പ്രകാശം കിട്ടില്ല, അവർ ഇരുട്ടിലാണ്. ശേഷം അല്ലാഹു പറഞ്ഞു, ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്, കവാടമുള്ള ഒരു മതിൽ അവർക്കിടയിൽ തീർക്കപ്പെടും, ഒരു മതിലിടപ്പെടും. ബാത്തിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിൽ സത്യവിശ്വാസികളുള്ള ഭാഗം അത് സ്വർഗീയ പാതയാണ്, അവിടെ കാരുണ്യമാണ്. എന്നാൽ ഇവർ കപടവിശ്വാസികളുള്ള ഭാഗം അത് അദാബാണ്, ശിക്ഷയുടേതാണ്. അവർ നരകത്തിലേക്ക് എറിയപ്പെടും. സഹോദരങ്ങളെ നോക്കൂ, ഈ കാപട്യം മനുഷ്യനെ നശിപ്പിച്ചു കളയും, തകർത്ത് കളയും. നമ്മുടെ സലഫു സ്വാലിഹീങ്ങൾ, പ്രവാചകരോടൊപ്പം സഹവസിച്ചിരുന്ന സഹാബ കിറാം, അവർ ഈ കാപട്യമെന്ന പുറമെ മാത്രം ഞങ്ങളുടെ ദീനും ഈമാനൊക്കെ ഉള്ളോ, മനസ്സിന് ഞങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നവർ ഭയന്നിരുന്നു. ഈ കാണിക്കുന്നൊക്കെ ഉള്ളോ, വേഷഭൂഷാദികൾ, നിസ്കരിക്കാൻ വരുന്നു, നബിയോടൊപ്പം പല നന്മകളിലും പങ്കെടുക്കുന്നു, ഇതൊക്കെ തന്നെ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ ഈമാൻ നഷ്ടപ്പെട്ടുവോ എന്നവർ ഭയന്നിരുന്നു. അത് തന്നെയാണല്ലോ നിഫാഖ് എന്നുള്ളത്. അപ്പോൾ ആ ഭയം, നിഫാഖ്, കാപട്യം, മനസ്സിൽ നിന്ന് ഈമാൻ ഉയർത്തപ്പെട്ടുവോ എന്നവർ ഭയന്നിരുന്നു എന്നാണ്. താബിഈ വര്യനായ ഇബ്നു അബി മുലൈക്ക റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വചനം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ 30ഓളം ആളുകളോട് സഹവസിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? കുല്ലുഹും യഖാഫുൻ നിഫാഖ അലാ നഫ്സിഹി. ആ 30 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷെ ആ 30 പേരിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, എല്ലാവരും സ്വന്തത്തിൽ കാപട്യമുണ്ടോ എന്ന് ഭയന്നിരുന്നു. ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളിത് ഭയപ്പെടേണ്ടതില്ലേ? കാപട്യം, നിഫാഖ് നമ്മിലും പിടികൂടുമോ, നമ്മയും ബാധിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുനാഫിക്കുകളായ കപടവിശ്വാസികളുടെ ചില പേര് ലിസ്റ്റ്
അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കൊടുത്തിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഇന്ന ആളുകൾ കപടവിശ്വാസികളാണ്. അത് വഹിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയൂല, ചില ലക്ഷണങ്ങളിലൂടെ അല്ലാതെ. അപ്പോൾ ലക്ഷണങ്ങൾക്കുപരിയായി ചിലരുടെ പേര് തന്നെ അള്ളാഹു തആല വെളിപ്പെടുത്തി കൊടുത്തു. ഇവർ കപടരാണ്. അത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. നോക്കൂ, മഹാനായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില സന്ദർഭങ്ങളിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയി ചോദിച്ചു, എൻ്റെ പേര് അതിലുണ്ടോ എന്ന്. നോക്കൂ, രണ്ടാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ സ്വർഗ്ഗമുണ്ട് എന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട സ്വഹാബി. പക്ഷെ അദ്ദേഹം പോലും കാപട്യം മനുഷ്യനെ പിടികൂടുമോ, ഞങ്ങളൊക്കെ മുനാഫിക്കുകളായി പോകുമോ എന്ന് ഭയന്നിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഉമർ നിങ്ങളതിലില്ല, പക്ഷേ ഇനി ആര് ചോദിച്ചാലും ഞാൻ വെളിപ്പെടുത്തൂല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങും, ഞാനുണ്ടോ എന്ന്. നോക്കൂ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭയന്നിരുന്നുവെങ്കിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആരുടെയെങ്കിലും ജനാസ നിസ്കരിക്കുന്നു എന്ന് സ്വഹാബികൾ നോക്കും. എന്നിട്ട് ഹുദൈഫ നിസ്കരിക്കുന്നെങ്കിൽ നമുക്ക് നിസ്കരിക്കാം, കാരണം അയാൾ മുനാഫിക്കല്ല, കാരണം ഹുദൈഫയ്ക്ക് അറിയാം എന്ന് സ്വഹാബികൾ മനസ്സിലാക്കി. നോക്കൂ, അങ്ങനെയൊക്കെയാണ് അവർ കാപട്യത്തെ കണ്ടതും. അത് ഗുരുതരമായ, പിന്നെ വളരെ മനുഷ്യനെ ദുനിയാവിലും ആഖിറത്തിലും അപകടത്തിലേക്ക് വലിച്ചെറിയുന്ന പ്രശ്നമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു, ഈ അബൂദർദ സ്വഹാബിയാണ്. ഇദ്ദേഹത്തിൻ്റെ സാരോപദേശങ്ങൾ തന്നെ വളരെ ശ്രദ്ധേയമാണ്. വളരെ അർത്ഥവ്യാപ്തിയുള്ള ഉപദേശങ്ങൾ നൽകിയ മഹാനായ സ്വഹാബിയാണ്. ഭൗതിക വിരക്തിയിലും ആത്മീയതയിലുമൊക്കെ അറിയപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞത്, തഅവ്വദു ബില്ലാഹി മിൻ ഖുശൂഇൻ നിഫാഖ്, കപട ഭയഭക്തിയിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. കപട ഭയഭക്തി. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എന്താണ് ഈ കപട ഭയഭക്തി? ഖുശൂഉൻ നിഫാഖ് എന്ന് പറഞ്ഞാൽ ഖുശൂഉൽ ഈമാനല്ലേ വേണ്ടത്, വിശ്വാസത്തിൻ്റെ ഭയഭക്തിയല്ലേ വേണ്ടത്? കാപട്യത്തിൻ്റെ ഭയഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അൻ തറൽ ജസദ ഖാശിഅൻ, നിൻ്റെ ശരീരത്തെ നീ ഭയഭക്തി ഉള്ളതായി കാണുക. വൽ ഖൽബ ലൈസ ബി ഖാശീൻ, എന്നാൽ മനസ്സിൽ അതുണ്ടാകില്ല. ബാഹ്യ ശരീരം ഭയഭക്തി പ്രകടിപ്പിക്കുകയും ചിഹ്നങ്ങൾ സ്വീകരിക്കുക, ഭയഭക്തിയുള്ളവനായി തഖിയായി മുത്തഖിയായി പരസ്യമായി നമ്മൾ അങ്ങനെ കാണിക്കുക, എന്നാൽ ഹൃദയത്തിൽ നിന്ന് അത് നീങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കാപട്യത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കപടന്മാരുടെ ലക്ഷണങ്ങൾ, പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് തർപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും കപടവിശ്വാസികളുടേതെന്ന് വിലയിരുത്തപ്പെടുന്ന ചില ലക്ഷണങ്ങൾ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദിൽ കാണാം, പ്രവാചകരെ വലോ നശാഉ ലഅറൈനാകഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ കപടന്മാരെ നാം എല്ലാവരും കാണിച്ചു തരുമായിരുന്നു. ഇന്ന ആളുകൾ, ചിലരെ മാത്രം അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്തു എന്ന് മാത്രം. പക്ഷെ അല്ലാഹു എല്ലാവരും അങ്ങനെ കാണിച്ചു കൊടുത്തില്ല. അത് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കാണിച്ചു തരുമായിരുന്നു. എന്നാൽ പ്രവാചകരെ നിങ്ങൾക്കെല്ലാം, മുസ്ലിം സമൂഹത്തിന് അറിയാൻ കഴിയും, ഫലതഅരിഫന്നഹും ബിസീമാഹും, അവരുടെ ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. വലതഅരിഫന്നഹും ഫീ ലഹ്നിൽ ഖൗൽ, അവരുടെ സംസാരത്തിൽ നടപടികളിലൂടെ കപടരുടെ എല്ലാ ലക്ഷണവും നിങ്ങൾക്ക് തിരിച്ചറിയാം. അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പോൾ ചില പ്രവർത്തനങ്ങൾ, ചില സ്വഭാവങ്ങൾ അത് കപടരുടേതായിരിക്കും. പ്രിയപ്പെട്ടവർ, എന്താണ്? ധാരാളം സ്വഭാവങ്ങളുണ്ട്. അതിൽ ചിലത് പ്രത്യേകം എണ്ണി പറഞ്ഞത്, അഥവാ ഈ നിഫാക്ക് എന്നത് തന്നെ 2 തരത്തിലുണ്ട്. 2 തരം നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഷിർക്ക് 2 തരമുണ്ട്. ഷിർക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന തിന്മകളിൽ ഏറ്റവും ഗുരുതരമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അഷിർക്കുൽ അക്ബർ, അഷിർക്കുൽ അസ്ഗർ. ഷിർക്കുൽ അക്ബർ വലിയ ഷിർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മനുഷ്യൻ ചെയ്താൽ അവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല ആണ് ഷിർക്കുൽ അക്ബർ. അവൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും നിഷ്ഫലമാകും, സ്വർഗം നിഷിദ്ധമാകും, നരകം നിർബന്ധമാകും. അതാണ് ഷിർക്കുൽ അക്ബർ. ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ അത് ഒരു തരം ഷിർക്കാണ്. അതവൻ്റെ ചെയ്ത സൽക്കർമ്മത്തെ നിഷ്ഫലമാക്കും, എന്നാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. ഇതുപോലെ നിഫാക്കുമുണ്ട് 2 തരം. അൻ നിഫാഖുൽ അക്ബർ, അൻ നിഫാഖുൽ അസ്ഗർ. വലിയ അവനെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും പുറത്തെറിയുന്ന കാപട്യം, കടുത്ത നിഫാഖ് അതുകൊണ്ട്. എന്നാൽ നിഫാക്കിൻ്റെ ചില സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന മുസ്ലിമാണോ? ആണ്. പക്ഷേ നിഫാക്കിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഞാനിവിടെ ചില ലക്ഷണങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, കടുത്ത നിഫാക്കിൻ്റെ ചില ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ വെളിച്ചത്തിൽ. അതിൽ ഒന്ന്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടെ നിന്ന് പഠിപ്പിച്ച ആദർശത്തെയും കളവാക്കുക. മറ്റൊന്ന് അതിനെ വെറുക്കുക. ഇസ്ലാമിക അധ്യാപനങ്ങളോട് അതിൻ്റെ ചിഹ്നങ്ങളോട് വെറുപ്പുണ്ടാവുക. അത് കടുത്ത നിഫാക്കിൻ്റെ ലക്ഷണമാണ്. മറ്റൊന്ന് പരിഹസിക്കുക. ഇസ്ലാമിൻ്റെ നിയമത്തെ, ശരീഅ നിയമങ്ങളെ പരിഹസിക്കുക, പുച്ഛിക്കുക. മറ്റൊന്ന് ശത്രുപക്ഷം നിന്നിട്ട് മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുക്കുക. മുസ്ലിമീങ്ങളുടെ വിജയത്തിൽ, മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടത്തിൽ വിഷമിക്കുക, മുസ്ലിമീങ്ങൾക്ക് പറ്റുന്ന കോട്ടത്തിൽ സന്തോഷിക്കുക. ഇതൊക്കെ കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. ചെറിയ കാപട്യമല്ല, അവൻ മുസ്ലിം അല്ല എന്ന് തന്നെ വായിക്കപ്പെടുന്ന ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ലിബറലിസത്തെ നമ്മൾ ശക്തമായി എതിർക്കുന്നതിന് പല ആളുകളിലും ഈ കാപട്യം വന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുക, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ അവഹേളിക്കുക, ശത്രുക്കളോടൊപ്പം നിന്നുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മോശമാക്കുക. ഇങ്ങനെ പല മാപ്പിളമാരും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരാണ് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട കപടന്മാർ. രാഷ്ട്രീയ കാപട്യം പോലെ തന്നെ ദീനിൻ്റെ വേഷവും ധരിച്ചുകൊണ്ട് ചില ആളുകൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ, ഇസ്ലാമിൻ്റെ വേഷങ്ങളെ, മുസ്ലിമീങ്ങളുടെ ആരാധന കർമ്മങ്ങളെ, വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന, അതിനെ വെറുക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ദ്രോഹം വരുത്തുന്ന നടപടികൾ ശത്രുപക്ഷത്തു നിന്ന് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന മാപ്പിളമാരുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കാപട്യമാണ്. എന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ ഇന്ന് സമൂഹത്തിന് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് അപകടകാരികളായ രണ്ട് വിഭാഗമാണ്. ഒന്ന് മുർത്തദ്ദുകൾ എന്ന് പറഞ്ഞാൽ സ്വയം എക്സ് മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ച് നമ്മളിതിൽ നിന്ന് പുറത്തുപോയി എന്നിട്ട് ഇസ്ലാമിനെ വിമർശിച്ച് നടക്കുന്നവർ. അവർ ചെറിയ ദ്രോഹമൊന്നുമല്ല ഇസ്ലാമിന് വരുത്തുന്നത്. അള്ളാഹു അവരുടെ വിന ഈ ഉമ്മത്തിൽ നിന്ന് നീക്കട്ടെ. രണ്ടാമത്തെ വിഭാഗമാണ്, നമ്മൾ പുറത്തുപോയി എന്നൊന്നും പറയൂല, അവകാശപ്പെടൂല, പക്ഷേ പുറത്തുപോയവരുടെ എല്ലാ സ്വഭാവവും പണിയെടുക്കും, മാപ്പിളമാരായി തന്നെ കൂടെ ഉണ്ടാകും, എന്ന മുസ്ലിമീങ്ങൾക്ക് എതിരായിരിക്കും. അവരെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്നറിയോ? അമുസ്ലിമീങ്ങളുടെ ആരാധന കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നു. അമുസ്ലിങ്ങളോട് നല്ല പോലെ സഹവർത്തിക്കുന്നതല്ല, അത് ഇസ്ലാം വിലക്കിയതല്ല. എല്ലാ മനുഷ്യരോടും അമുസ്ലിങ്ങളോടും നല്ല രൂപത്തിൽ സഹവർത്തിക്കാൻ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇത് അതല്ല വിഷയം. അമുസ്ലിമുകളുടെ ആരാധനാ കർമ്മങ്ങളിൽ പങ്കുചേരുക, ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും കളിയാക്കുക. ചിലപ്പോൾ പരസ്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിവിടും, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ പരിഹസിക്കും, പുച്ഛിക്കും. അത്തരം ആളുകളെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ നിഫാഖ് അവരെ പിടിപെട്ടിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വലതഅരിഫന്നഹും ബിസീമാഹും, അവരുടെ ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതാണ് ഈ ലക്ഷണം. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഷർറിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിച്ചു ഭയന്ന് ജീവിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചുവല്ലോ, വിശുദ്ധ ഖുർആനിലെ വലിയ അധ്യാപനങ്ങളുടെ ഒരു ഭാഗമാണ് ഈ കാപട്യം എന്ന രോഗത്തെ തുറന്നു കാട്ടുകയും അതിൻ്റെ വേണ്ട ചികിത്സ ഖുർആനിലും ഹദീസിലുമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതൊരു രോഗമായി തന്നെ പഠിപ്പിക്കുകയും അതിൻ്റെ മരുന്ന്, ചികിത്സ അതും ഖുർആനിലുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ കാപട്യത്തെ രണ്ട് തരത്തിൽ, ഒരു മനുഷ്യൻ ബാഹ്യമായി അവൻ്റെ രേഖകളിൽ ഇസ്ലാം മുസ്ലിം എന്നതുണ്ടാകും, പക്ഷെ അവൻ്റെ നടപടികളിലൂടെ അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും. അതാണ് കടുത്ത നിഫാഖ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, ആയത്തുൽ മുനാഫിഖ്, കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ, സ്വഭാവങ്ങൾ, അടയാളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചില ആളുകളിൽ ഉണ്ടെങ്കിൽ അയാൾ കപട വിശ്വാസിയായി തീർന്നു എന്നല്ല, മറിച്ച് അത് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്, മുസ്ലിമെ നിനക്ക് പാടില്ല എന്ന് പഠിപ്പിച്ചു തന്ന ചില അധ്യാപനങ്ങളുണ്ട്. നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസൻ. 4 കാര്യങ്ങൾ ഒരുവനിൽ ഒത്തുചേർന്നാൽ അവൻ പ്രവർത്തനത്തിൽ തികഞ്ഞ കപടനെ പോലെയായി തീർന്നു. അവൻ മുസ്ലിം അല്ലാതായി തീർന്നു എന്നല്ല,
മുസ്ലിമീങ്ങളിൽ തന്നെ ഈ സ്വഭാവം കാണും. ഇത് പഠിപ്പിക്കണം എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് യഹൂദികളുടേതാണ്, ഇത് പിശാചിൻ്റേതാണ്. ഇടതു കൈ കൊണ്ട് ഭക്ഷിക്കുന്നത്, ഇടതു കൈ കൊണ്ട് കുടിക്കുന്നത് പിശാചിൻ്റെ പണിയാണ്. അതിനർത്ഥം ഒരു മുസ്ലിം ഇടതു കൈ കൊണ്ട് കുടിച്ചാൽ, ഇടതു കൈ കൊണ്ട് ഭക്ഷിച്ചാൽ അവൻ പിശാചായി തീർന്നു എന്നല്ല, അത് പിശാചിൻ്റെ സ്വഭാവമാണ്. ഇതുപോലെ ചില സ്വഭാവങ്ങൾ, ചില സംസാരങ്ങൾ, വാക്കുകൾ, ഇത് കപടരുടേതാണ്, മുസ്ലിമെ നിനക്ക് പാടില്ല എന്നു മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ ചിലപ്പോൾ യഥാർത്ഥ കാപട്യത്തിൽ കൊണ്ടുപോയി മനുഷ്യനെ ഇടും, ഒരു മുസ്ലിമിനെ അപായപ്പെടുത്തും. അതെന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വചനം നമുക്ക് കാണാം. ഇത് ഹദ്ദസ കദബ, സംസാരിച്ചാൽ നുണ പറയാം, കള്ളം പറയാം. അത് ഒരു മുസ്ലിം ശീലമാക്കിയാൽ അവനിൽ കാപട്യം വളരും. അത് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. മുസ്ലിം പാടില്ല. മുസ്ലിം കള്ളം പറഞ്ഞാൽ അവൻ മുസ്ലിം അല്ലാതായി തീരൂല, മുസ്ലിം തന്നെയാണ്, പക്ഷെ അത് തിന്മയാണ്, പാപമാണ്, ചിലപ്പോൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടാം. പക്ഷെ അത് കപടൻ്റെ സ്വഭാവവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. രണ്ടാമത്തേത് ഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം നൽകിയാൽ ലംഘിക്കുക. അത് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. വാക്ക് കൊടുക്കുക. എന്നാൽ മനുഷ്യൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ ചെറിയൊന്നുമല്ല. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വാക്കുകൊണ്ട് ഇസ്ലാമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദൃഢപ്പെടുന്നത്. നിക്കാഹ് എന്താണ്? പെണ്ണിൻ്റെ പിതാവ് അല്ലെങ്കിൽ വലി പ്രഖ്യാപനം നടത്തുന്നു, വരൻ വാഹിദൻ അല്ലെങ്കിൽ അയാളുടെ പകരക്കാരൻ സ്വീകരിച്ചു എന്ന് പറയുന്നു. എന്താ പിന്നെ ഉണ്ടാകുന്നത്? പിന്നെ രണ്ട് ബന്ധങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെടുന്നു. അതുവരെ നിഷിദ്ധമായിരുന്ന രണ്ട് ബന്ധങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ അവരുടെ സന്താനങ്ങളാകുന്നു, അനന്തര സ്വത്തെടുക്കുന്നു, കുടുംബ ബന്ധമാകുന്നു. ആലോചിച്ച് നോക്കിയാൽ ഒരു വാക്കിലൂടെയാണ്. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ. അപ്പോൾ വാക്ക് എന്നുള്ളത് മനുഷ്യൻ്റെ ചെറിയ കാര്യമല്ല, വലിയ വില, പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ പുറത്തു വിടുന്ന അവൻ്റെ പദപ്രയോഗങ്ങൾ ഒന്നും ചെറുതല്ല. തലാക്ക്, കെട്ടിയ പെണ്ണ്, കുട്ടികളായി. മനുഷ്യൻ ത്വലാക്ക് ചെയ്താൽ എന്തായി? വാക്കുകൊണ്ട് പറഞ്ഞു, തീർന്നു കഥ. അവർ തമ്മിൽ ബന്ധം വേർപിരിയും. അതിന് പിന്നെ തലങ്ങളുണ്ട്, തലാക്കിന് 3 ഘട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും വാക്കുകൊണ്ടാണ് ബന്ധം തന്നെ വേർപിരിയുന്നത്, ചേർത്ത ബന്ധം. ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ വാക്കിന് വിലയുണ്ട്. അത് വെറുതെ അങ്ങ് പിന്നെ ആളുകൾക്ക് വാഗ്ദാനം കൊടുക്കുക, ലംഘിക്കുക പാടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ആഹദ ഖദറ, മറ്റുള്ളവരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ, കരാർ വെച്ച് കഴിഞ്ഞാൽ കരാർ ലംഘിക്കുക. ഇദാ ഖാസമ ഫജറ, നാലാമത്തേത് പരസ്പരം തമ്മിൽ തെറ്റിയാൽ അധാർമിക പ്രവർത്തനങ്ങൾ കാണിക്കുക. അതുവരെ സഹോദരങ്ങളായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു, ചെറുതായിട്ടൊന്നും മനുഷ്യരാണ്. മാനസികമായ അകൽച്ചകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ കച്ചവടക്കാരാകാം, അയൽവാസികളാകാം, ആത്മസുഹൃത്തുക്കളാകാം. ഒന്ന് അകൽച്ച വന്നപ്പോൾ, തർക്കമുണ്ടായപ്പോൾ പിന്നെന്തായി? അന്യായമായി തൻ്റെ സഹോദരനെ ഉപദ്രവിക്കാൻ തുടങ്ങാം. അത് പാടില്ല. അത് കപട വിശ്വാസികളുടെ സ്വഭാവമാണ്. തമ്മിൽ തെറ്റിയപ്പോഴേക്കുണ്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും മുറിച്ച് തൻ്റെ സുഹൃത്തിനെ, തൻ്റെ അയൽവാസിയെ, തൻ്റെ പാർട്ട്ണറെ ഉപദ്രവിക്കുന്ന നടപടികളിലേക്ക് പോവുക. അത് കപടരുടെ സ്വഭാവമാണ്. ഇത് ഖുർആനിലും മുനാഫിക്കുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പലതും കാണാം. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നിസ്കാരത്തിൽ വന്നാൽ അലസന്മാരായി നിൽക്കും. അപ്പോൾ അലസന്മാരായി നിൽക്കുന്നത് കപടരുടെ സ്വഭാവമാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ ഒഴിവാക്കണം. അത് നമുക്ക് പാടില്ല. ഇതൊക്കെ ഖുർആനിൻ്റെ അധ്യാപനമാണ് സഹോദരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നിഫാക്കിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിപൂർണ വിശ്വാസം, യഖീൻ നമുക്കുണ്ടാകണം. നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹ് റബ്ബ്, അത് നമ്മൾ കേവലം പറഞ്ഞു പഠിപ്പിച്ച്, ഉമ്മയും വാപ്പയും പഠിപ്പിച്ച് നമ്മൾ മുസ്ലിങ്ങളായി ഈ സൊസൈറ്റിയിൽ ജനിച്ചു എന്നതിലുപരി അത് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം, അവൻ്റെ ഏകത്വത്തിൽ, അവൻ മാത്രമാണ് ആരാധനയ്ക്കർഹൻ, അവൻ അയച്ച റസൂലുമാരിൽ അന്തിമൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മരണശേഷം ഒരു ലോകം വരാനുണ്ട്. ഇതിൽ നമുക്ക് യഖീൻ ഉണ്ടാകണം. യഖീൻ നമ്മൾ പ്രതീക്ഷയോടെ, ഉറപ്പോടെ കഴിയണം. അത് കേവലം ആരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു പോയ ഒന്നും ഒരു പഴങ്കഥകളല്ല, മറിച്ച് അത് ഹക്കായി പുലരാനുള്ള, നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു ലോകമാണെന്നുള്ള നല്ല യഖീൻ നമുക്കുണ്ടാകണം. സംശയങ്ങളിൽ നിന്ന്, സന്ദേഹങ്ങളിൽ നിന്ന് മുക്തമായി ഉറപ്പിച്ച് മുഹമ്മദ് അത് കേവലം ഒരു മനുഷ്യനല്ല, അള്ളാഹു നമ്മിലേക്ക് മാർഗദർശിയായി അയച്ച നബിയാണ്, റസൂലാണ് എന്ന ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പായി ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഖീൻ നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുവാൻ തൗഫീഖ് നൽകട്ടെ. നിഫാഖിൽ നിന്നും ഷിർക്കിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ നീക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ,
വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ആദർശ ബന്ധുക്കൾ, മാതാപിതാക്കൾ, കുടുംബ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും മേകുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. നമ്മയും അവരെയും എല്ലാം അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.